കഴിഞ്ഞ ദിവസം AP ഉസ്താദ് പ്രസംഗിച്ചതിലെ ആ ഭാഗം മീഡിയകളൊക്കെ എടുത്ത് പ്രചരിപ്പിച്ചിരുന്നു. നമ്മൾ കാണുകയും ചെയ്തു. അതിൽ ഉസ്താദ് നമ്മളോട് ചോദിച്ച ഒരു പ്രധാന ചോദ്യം ഉണ്ടായിരുന്നു. അത് ഇതായിരുന്നു: എന്തിനായിരുന്നു ഞങ്ങളെ അകറ്റിക്കളഞ്ഞത് എന്നുള്ളത്. വളരെ വേദനയോട് കൂടിയിട്ടാണ് നമ്മളെ പ്രവർത്തകരൊക്കെ അത് കേട്ടത്, അല്ലെ? ഇവിടെ മുസ്തഫ മുണ്ടുബാഷ് അദ്ദേഹം FB എഴുതിയത് നമുക്ക് ഇവിടെ ഇങ്ങനെ വായിക്കാൻ പറ്റും. അത് വായിക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയട്ടെ. മുസ്തഫ മുണ്ടുബാഷിന്റെ എഴുത്താവട്ടെ, അതുപോലെ തന്നെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ എഴുത്താവട്ടെ, അതുപോലെ തന്നെ ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ട് വന്ന റിപ്പോർട്ടുകളുടെ താഴെ ഉസ്താദിനെയും അതുപോലെ തന്നെ ഉസ്താദിനെ അനുകൂലിച്ച ആളുകളെയും വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന പലതും നമ്മൾ എഴുതി കണ്ടു. അതിൽ പ്രധാനമായിട്ട് ഞാൻ നോക്കുമ്പോൾ ഈ കള്ളത്തുരികത്തുകാരായിരിക്കുന്ന ആളുകളുണ്ടല്ലോ, ഈ കോമാട്ട് ചാലിൽ അബ്ദുള്ളന്റെ അനുയായികൾ, അവരാണ് ഒരു വിഭാഗം. അതുപോലെ തന്നെ ഈ നളന്ത എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവരാരാണ്? സമസ്ത EK വിഭാഗം പുറത്താക്കിയ കുറച്ച് ആൾക്കാരുണ്ട്. അവരോട് ഇങ്ങനെ ഇടകലർന്ന് നിന്ന് എന്നാ ഞങ്ങള് സമസ്തയിലുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനിങ്ങനെ തുടർന്ന് കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരുമാണ് ഇതിന്റെ ആളുകൾ. അവരുടെ പ്രൊഫൈലിലും മറ്റും പോയി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണം പറയാച്ചാൽ സുന്നി വിരുദ്ധര്, സുന്നികളെ തകർക്കണം അതിനു വേണ്ടി നടക്കുന്ന ആൾക്കാർ, ഇവർ തമ്മിൽ ഒരു അന്തർധാര സജീവമാണ്. അത് നമുക്ക് പൊളിച്ചെടുക്കേണ്ടതുണ്ട്. അതിലേക്ക് നമ്മൾ പിന്നീട് വരും. എന്തായാലും ഇവിടെ ഈ കോമാട്ട് ചാൽ അബ്ദുള്ള അവരുടെ കുരുവട്ടൂർ ആസ്ഥാനത്ത് നടത്തിയ ഏറ്റവും അവസാനത്തെ പ്രസംഗം കഴിഞ്ഞ ദിവസം രാത്രി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ആ വീഡിയോ യൂട്യൂബിൽ നിന്ന് അവർ പിൻവലിച്ചിട്ടുണ്ട്. എന്തായാലും ആ വീഡിയോയിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ കേൾപ്പിക്കുമോ നിങ്ങളെ. അതിൽ സമസ്ത EK വിഭാഗത്തിനെതിരെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ അതിലേക്ക് വരും. അതിന്റെ മുമ്പ് ബഹുമാനപ്പെട്ട മുസ്തഫ മാഷ് മുണ്ടുപാറ എഴുതുകയാണ്: കാന്തപുരം ഉസ്താദ് പറഞ്ഞ സത്യം, ചില ബാഹ്യശക്തികളുടെ ഇടപെടലാണ് തന്നെയും ശംസുൽ ഉലമയും തമ്മിൽ അകറ്റിയെന്ന വിതുമ്പലയോടെയുള്ള കാന്തപുരം ഉസ്താദിന്റെ വാക്കുകൾ വർത്തമാന സാഹചര്യം വെച്ച് നോക്കുമ്പോൾ സത്യമെന്ന് ബോധ്യപ്പെടുകയാണ്. സമസ്ത എന്നൊക്കെ ശക്തീകരിക്കപ്പെടാൻ ശ്രമം നടത്തിയിട്ടുണ്ടോ അന്നൊക്കെ കറുത്ത ശക്തികൾ സമസ്തയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. നിലവിൽ സമസ്തയിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം ഇത് തന്നെയാണ്. കേരളത്തിലെ ബഹുഭൂരിഭാഗം വരുന്ന സുന്നികൾ ഇക്കാര്യത്തിൽ മാനസികമായി വല്ലാതെ അസ്വസ്ഥരാണ്. പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് യോജിച്ചു പോകണമെന്നാണ് സുന്നത്ത് ജമാഅത്തിനെ സ്നേഹിക്കുന്ന അണികളുടെ മാനസിക വികാരം. ഇരുപക്ഷത്തെയും നേതൃത്വം ഇക്കാര്യം ഗൗരവത്തിലെടുത്ത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. കുമ്പോൾ തങ്ങളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്ന ശ്രമങ്ങൾ വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുന്നികൾ യോജിക്കുന്നതിനെ ഭയപ്പെടുന്ന വലിയൊരു ശക്തി പുറത്തുണ്ട് എന്ന ബോധ്യത്തോടെ മുമ്പോട്ട് പോകാം. ഇരു വിഭാഗത്തെ നേതൃത്വം ഒരു വേദിയിൽ ഒരുമിച്ച് കൂടുന്ന സുപ്രഭാതത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മുസ്തഫ മുണ്ടുപാറ 25/6/26. അപ്പോ മുസ്തഫ മുണ്ടുബാഷ അതിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ. ഈ വർത്തമാന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയാണ്. ഇത് ഇന്ന് ഒരുപാട് പേർക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം ഇവരൊക്കെ പലതും അനുഭവിച്ചു. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ തനതായ ആശയം ഇവര് ഉറക്കെ പറയൽ തുടങ്ങിയപ്പോൾ ഇവരൊക്കെ പലതും അനുഭവിച്ചു. അതിൽ നിന്ന് പലതും ഇവരെ കുറിച്ച് പറയുന്നു, ഇവരെ പല രീതിയിൽ ആക്രമിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഇന്നത്തെ കാലത്ത് വർത്തമാന കാലത്ത് കാണുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒക്കെ ഈ എഴുത്തിന്റെ ഒക്കെ താഴെ വളരെ മോശപ്പെട്ട കമന്റുകളൊക്കെ നമ്മൾ കാണാനിടയായി. നമ്മൾ മുൻകാലങ്ങളിൽ പലതും പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ എടുത്തുകൊണ്ട് പിന്നെ കൊണ്ടുവന്നിട്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ കുരുവട്ടൂരികളും അതുപോലെ തന്നെ ഈ നളന്ത വിഭാഗവും ഇതിനെതിരെ വരും, ഉറപ്പാണ്. കാരണം അവർക്ക് ഈ സുന്നി ഐക്യത്തെ തകർക്കണം, എങ്കിലേ അവരുടെ ഉടായ്പകൾ നടക്കുള്ളൂ. ഈ കള്ളത്തര കാരണം ഈ ഉസ്താദുമാര് ഈ കള്ളത്തുരീക്കത്തുകാരെ പൊളിച്ചടക്കും. അതുപോലെ തന്നെ ഈ വഹാബി മൗദൂദികളെ ഇങ്ങനെ കൂട്ടിക്കലർന്നിട്ടുള്ള ഒരു ചിന്താഗതി ഉണ്ടല്ലോ ചില ആളുകൾക്ക്. അതിനെ ഇപ്പൊ ആര് പൊളിച്ചടക്കുന്നുണ്ട്? EK സമസ്ത. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ആദർശ പരിപാടി അവരത് കാണാനിടയായി. അൽഹംദുലില്ലാഹ് അത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അപ്പോ അതൊക്കെയാണ് അവരടിയിൽ പ്രശ്നങ്ങൾ വന്നത്. ഇപ്പോ അദ്ദേഹം ഇവിടെ തന്നെ എഴുതുന്നുണ്ടല്ലോ, സമസ്ത എന്നൊക്കെ ശക്തീകരിക്കപ്പെടാൻ ശ്രമം നടത്തിയിട്ടുണ്ടോ അന്നൊക്കെ കറുത്ത ശക്തികൾ സമസ്തയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം പറയാം. ഇപ്പോ അവർ ശ്രമിക്കുന്ന ഇത് തന്നെയാണ് ഈ സമസ്തയിലെ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് മുസ്തഫ മുണ്ടുബാഷ് പറയാണ്. ഇവിടെ ഈ സാവിയത്ത് സൂഫിയ എന്ന് പറയുന്ന ഇവിടെ കുരുവട്ടൂരികളുടെ ആസ്ഥാനത്ത് ഇവരെ നടത്തിയ പുതിയ പ്രസംഗം അത് യൂട്യൂബിൽ ഇപ്പൊ കാണൂല. അത് അവര് ഉടനെ തന്നെ പിൻവലിച്ചിട്ടുണ്ട്. എന്തായാലും കോമാട്ടി ചാൽ അതിൽ പറഞ്ഞ് നമുക്ക് കേൾക്കാം. ശക്തമായി അൻസനി ഉസ്താദ് ശംസുൽ ഉലമയുടെ മദ്ഹ് പറഞ്ഞത്, മഹാന്മാരായ മശായിഖന്മാരെയും ഇമാമിങ്ങളെയും മദ്ഹ് വ്യക്തമായി പറഞ്ഞത് മൂപ്പര ഇഷ്ടത്തിൽ, സ്വന്തം ഇഷ്ടത്തിൽ എന്തോ അൻസനി പറയണതല്ല. അത് പറയാൻ അതിനധികാരമുള്ള, ദീന് കൈകാര്യം ചെയ്യുന്ന, ദീൻ നടത്താൻ അള്ളാഹ് അയച്ച അല്ലാഹുവിന്റെ ആളുകളുണ്ട് ഇവിടെ. ഓരോ കാലത്തും അവര് പറഞ്ഞതിനനുസരിച്ച് സംസാരിക്കുന്ന ഉലമാവും എല്ലാം പറയുന്നത്. പിന്നെ ഔഷാദ് ഇങ്ങനെ പ്രസംഗിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലെ, തെരുവുകളിലൊക്കെ പോയിട്ട് പറയുന്ന എന്താണ്? ശംസുൽ ഉലമയുടെ മദ്ഹ്. എന്താണോ ശംസുൽ ഉലമയെ കുറിച്ച് പറയുന്നത്? ശംസുൽ ഉലമ പറഞ്ഞു AP സുന്നികള് പിന്നെ സുന്നത്ത് കഴിക്കാത്തവരാണ്.
ഇതാണ് ശംസുലുലമയുടെ മധുവം പറയുന്നത്. ആ രീതിയിൽ ശംസുലുലമ ഏതോ കാലത്ത് പറഞ്ഞ പ്രസംഗങ്ങൾ എടുത്തുകൊണ്ട് വന്നുകൊണ്ട് ശംസുലുലമയെ പോലും മോശമാക്കാൻ ശ്രമിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണോ മദ്ഹ്? എന്നിട്ട് ഇവൻ പറയാണ് അതൊക്കെ അവന്റെ ഇഷ്ടപ്രകാരം പറയുന്നതല്ല, ഇവിടെ അതിന് ആളുകളുണ്ട് പറഞ്ഞു കൊടുക്കാൻ. ആരാണ് ഇത്? അള്ളാന്റെ അടുത്ത ആളുകൾ എന്നൊക്കെ പറയുന്നത് ഈ കോമാട്ടിലാൽ അബ്ദുൽ തന്നെയാണ്, ഇവൻ തന്നെയാണ്, വേറെ ആരാ? അപ്പൊ ഇവൻ പറഞ്ഞു കൊടുക്കുന്ന ഇവന്റെ കോളാമ്പി ആയിട്ട് വർക്ക് ചെയ്യാണ് ഈ നൗഷാദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാലത്തും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് സംഘത്തിൽ ചെറുതാണെങ്കിലും ഹക്കിലും ഹഖീഖത്തിലും അവരെ ഒന്നും ചെയ്യാൻ, ഒരു ചുക്കും ചെയ്യാൻ നിങ്ങളെ ഈ സംഘടനയോ നിങ്ങളെ ഈ ആൾക്കൂട്ടോ നിങ്ങളെ അലക്കയും മതിയാകൂല. കാരണം അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളെ മദദ്, ഔലിയാക്കന്മാരെ സഹായം, മശായിഖന്മാരെ നോട്ടം, അതിന്റെ മേലെയല്ല നിങ്ങളെ ഈ ഓരോ നിലക്കുള്ള നിങ്ങൾ ഉണ്ടാക്കിയ സംവിധാനവും. കേട്ടില്ലേ? ഇവന്റെ ആ സംസാരം കേട്ടാൽ തന്നെ നമുക്കറിയാം ഇവൻ ഒരു മുറബിയായ ഷെയ്ഖാണോ, നിങ്ങളെ ഒലക്കൽ എന്നൊക്കെ പറയുന്നത്. കേട്ടില്ലേ? എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിന്റെ ലെവലിൽ പറഞ്ഞ് പൊതുസമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കണം അല്ലെ? ഞങ്ങൾ പറയുന്നത് സത്യമാണ്, അവർ പറയുന്നത് സത്യമല്ല. ഇതെന്താ ഇവന്മാര് പ്രസംഗിച്ചെടുക്കുന്നത്? ഇവന്മാർക്ക് പറ്റാത്തത് ആരെങ്കിലും പറഞ്ഞാൽ അത് തെറിയന്നെ പൂരപ്പാട്ട്. ഇതിനെ നടത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു പുസ്തകത്തെ വിശകലനം ചെയ്യുക, ആ പുസ്തകം എഴുതിയ ആ ഉസ്താദിനെ വളരെ മോശമാക്കിയിട്ട് എന്തൊക്കെ പറയാൻ പറ്റും അതൊക്കെ പറയുന്നത്. ആ പുസ്തകത്തിൽ തെറ്റുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നിടത്ത് ഈ എത്ര കണ്ടായാലും മോശപ്പെടുത്താൻ പറ്റും, അയാൾക്ക് അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും, അത് സംഭവിക്കും, ഇത് സംഭവിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കണം നിങ്ങള്. എന്നിട്ട് ഇതേപോലെ എണ്ണത്തിൽ കുറവത്രേ, എണ്ണത്തിൽ കുറവായാലും നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റൂല. ഞങ്ങൾ നിങ്ങൾ ഒരു ചുക്കും ചെയ്യുന്നില്ല പറയട്ടെ. അതിനൊന്നും ഒരു നിലക്കുള്ള അഡ്രസ്സും അതിനുണ്ടാവൂല. അതന്നെയല്ലേ ഇപ്പൊ എല്ലാം പോയില്ലേ? ഹൈസനിക്ക് അഡ്രസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ പറഞ്ഞ സ്റ്റേജിന് തന്നെ അഡ്രസ് ഇല്ലാത്ത കോലത്തിൽ ഇന്നത്തെ സ്റ്റേജിൽ വെച്ച് ഉസ്താദ് തന്നെ അത് പ്രഖ്യാപിച്ച് മുഴുവനും നശിപ്പിച്ചില്ലേ? പിന്നെ എന്തിനുകൊണ്ടൊക്കെ കാര്യം ഉണ്ടായി എന്ന് നിങ്ങൾ തന്നെ പറയുന്നിടത്തേക്ക് എത്തിയെങ്കിൽ ഇതിനെന്നാണ് തിരിച്ചടി എന്ന് പറയൽ. ഇങ്ങനൊക്കെ തന്നെയാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരോട് കളിച്ചാൽ ഉണ്ടാകുന്ന സംഭവം എന്ന് പറയൽ. അപ്പോ അഹ്സനിക്ക് അഡ്രസ് ഇല്ല എന്ന് പറഞ്ഞു. ഈ അഹ്സനിക്ക് എവിടെ അഡ്രസ് ഉള്ളത്? അന്റെ ആസ്ഥാനത്തും അന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്നിടത്തല്ലേ ഈ നൗഷാദിന് ഇപ്പോ അഡ്രസ് ഉള്ളൂ, അല്ലാതെ എവിടെ അഡ്രസ് ഉള്ളത്? ഈ നൗഷാദിന്റെ പഴയകാല സീഡികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. വഹാബികളെയും മൗദൂദികളൊക്കെ നിലക്ക് നിർത്തുന്ന, അവർക്കെതിരെ പ്രസംഗിക്കുന്ന, പല ഭാഗത്ത് ഓടി നടക്കുന്ന ഒരു നല്ല വ്യക്തിയെ നമുക്ക് കാണാൻ പറ്റും. എല്ലായിടത്തും അഡ്രസ് ഉള്ളത് അല്ലേ? ഇപ്പൊ എന്റെ അഡ്രസ് ഒക്കെ എവിടെ പോയി? ഇപ്പോ എന്റെ കാവ്യത്തു സൂഫിയയിൽ ഒതുങ്ങിയത്. എന്തായാലും കുറച്ചു കാലം കഴിയുമ്പോൾ എന്താകും എന്നുള്ളത് വരും ഭാവിയിൽ നമുക്ക് കാണാനും പറ്റും. ഇതുപോലെ പല ആൾക്കാരും പല രീതിയിലും വന്നിട്ടുണ്ട്. ഇപ്പൊ ആരെങ്കിലും ഒച്ചപ്പാട് ബഹളം എവിടെയെങ്കിലും ഉണ്ടോ? ഇവൻ തന്നെ പല നീക്കുപോക്കും നടത്തിയ ഈ പ്രസ്ഥാനത്തെ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ ആൾക്കാരുടെ എന്തെങ്കിലും ഒച്ചപ്പാട് ഇപ്പൊ ഉണ്ടോ? എവിടെ എത്തി കാര്യങ്ങൾ? അതുപോലെ ഒതുക്കും. അതേ നമ്മൾ ഇതിനൊക്കെ മനസ്സിലാക്കുന്നത്. സത്യം ഹക്ക് വിജയിക്കുക തന്നെ ചെയ്യും. അന്റെ ഈ കള്ളത്തരങ്ങള് നാട് അറിയുക തന്നെ ചെയ്യും. അത് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് എന്റെ പിന്നെ മൂത്രം കുടിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്റെ പിന്നാലെ. അവർക്ക് മാത്രമാണ് അത് മനസ്സിലാവാത്തത്. ഇനി EK വിഭാഗത്തിനെതിരെയാണ് പറയുന്നത്. നോക്കണം നിങ്ങൾ. കാരണം എന്താണ്? നമ്മൾ AP വിഭാഗത്തോട് ഈ അനുകൂല നിലപാടെടുക്കുന്നുണ്ടല്ലോ, ഉസ്താദ് പറഞ്ഞതിന് പിന്തുണക്കുന്നുണ്ടല്ലോ. അത് കാരണം പറയുന്ന നോക്കണേ, അതെല്ലാവരും ഓർക്കണത് നല്ലതാ. അത് ഏത് വിഭാഗത്തിലുള്ളവരും ഏത് കൂട്ടത്തിലുള്ളവരും നല്ലത് തന്നെ. ഇപ്പൊ ചിലവർക്കുണ്ട് ഈ കൂട്ടത്തിൽ തന്നെ ഉള്ളവരും ഇനി EK ഉസ്താദിനെ തന്നെ അംഗീകരിക്കുന്ന ആ അഖിലിൽപ്പെട്ട ആളുകളായിട്ടുള്ളവർക്കുണ്ട്. ഇപ്പം ശൈഖുനാ ശംസുൽ ഉലമയെ നിന്ദിച്ച ഈ കൂട്ടരോടൊരു വേറെ ഒരു സ്നേഹം, ഓലോടൊരു പ്രത്യേകമായിട്ടുള്ള ഒരു സംഭവം. അതിന് ഏത് സംഘത്തിൽ നിന്ന് അടിസ്ഥാനത്തിൽ പേച്ചൊന്ന് വന്നാലും അതെല്ലാം ഒന്ന് തന്നെ, അതിലൊന്നും വ്യത്യാസമില്ല. അത് ഏത് കൂട്ടരായാലും അത് ഒന്നായി തന്നെ അത് രൂപപ്പെട്ട് വരുള്ളൂ. അത് പിന്നീട് കാലം തെളിയിച്ചു വരുന്നതാണ്. ദീനുമായി യാതൊരു ബന്ധമില്ലെന്നും ദീനിന്റെ അടിസ്ഥാനം മശായിഖന്മാരെ മഹബത്ത് വെച്ച ഉലമായിലൂടെ സ്ഥിരപ്പെടും ഏത് കാലത്തുമെന്നും അത് കാലം തെളിയിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം, നന്നായി ശ്രദ്ധിക്കുക. നിങ്ങളെ ആഖിറം വളരെയധികം കഷ്ടത്തിലാവും. മടവൂർ ഷെയ്ഖിന്റെ വാപ്പയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ എന്ത്? AP ഉസ്താദാണ് ഹക്കിന്റെ ഭാഗത്ത്, സത്യത്തിന്റെ ഭാഗത്ത്, അവിടെ പിന്തുടരാൻ വാപ്പയോട് പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രസംഗിച്ചത് ഇന്ന് നമുക്ക് കാണാൻ പറ്റൂലേ? എന്തായാലും നമുക്ക് ഇവന്റെ തനി സ്വഭാവങ്ങൾ എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് വരും ഭാവിയിൽ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും നമുക്ക് കൂടുതൽ വിശദമായിട്ട് ഈ പ്രസംഗത്തിൽ വേറെയും വിമർശിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വീഡിയോ ലോങ് ആവുന്നത് കൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ നിർത്തണം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്.